സൂറത്ത് നിസായിലെ ആയത്തുകളിലൂടെ ഒന്ന് കടന്നുപോയാൽ നമുക്കൊക്കെ മനസ്സിലാകും. ബഹുഭാര്യത്തെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്, ഒരു തർക്കമില്ല, അതിലാർക്കും എതിരഭിപ്രായമില്ല. ഇസ്ലാം അത് അംഗീകരിച്ച കാര്യമാണ്, ഇസ്ലാം അത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ 1 മുതൽ 3 വരെയുള്ള ആയത്തുകള് സ്ത്രീകളെ പരിഗണിച്ചത്, അവർ ഇണയായി തന്നത് എല്ലാം പറഞ്ഞിട്ടല്ല 3-ാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോ പറയാ, വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, അനാഥകളായ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം എന്താ? അറബികൾക്കിടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പാപ്പ മരിച്ചുപോയ പെൺകുട്ടികളെ കെട്ടിക്കാനായ പ്രായമായ പെൺകുട്ടികളുണ്ട്. ആ കുട്ടികളെ പോയി കല്യാണം കഴിച്ച് ഉത്തരവാദിത്തം അതിനെക്കുറിച്ച് ചോദിക്കാൻ വാപ്പല്ല. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് 1-2 പെൺകുട്ടികളൊക്കെ ഇങ്ങനെ അനാഥ മക്കളെ തെരഞ്ഞെടുത്ത് കെട്ടിയിട്ട് അവരെ നോക്കാതെ, അവരെ പരിഗണിക്കാതെ, നീതി പാലിക്കാതെ നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു, നീതി പാലിക്കാൻ കഴിയില്ല എന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഫിൽ യതാമ, യതീമായ ആളുകളുടെ കൂട്ടത്തിലെ കുട്ടികളെ കല്യാണം കഴിച്ച് നീതി പാലിക്കാൻ കഴിയില്ല എന്ന ഒരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ യതീമുകളല്ലാത്ത കുടുംബത്തിൽ നിന്ന് നിങ്ങൾ കല്യാണം കഴിക്കുക. മസ്ന, 2 വിവാഹം നിങ്ങൾക്ക് കഴിക്കാം. വസുലാസ, 3 വിവാഹം നിങ്ങൾക്ക് കഴിക്കാം. വറുബാ, 4 വിവാഹം നിങ്ങൾക്ക് കഴിക്കാം. എന്നിട്ടോ ഖുർആൻ പറയാ, ഫഇൻ ഖിഫ്തും, നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, എന്തിന്? അല്ലാ തഅദിലു, നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, ഫവാഹിദ, ഒരൊറ്റ പെണ്ണേ നിങ്ങൾക്ക് പാടുള്ളൂ, ഒരു ഭാര്യയെ നിങ്ങൾക്ക് പാടുള്ളൂ. ഇങ്ങനെ പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമാണ്. നിങ്ങൾ പരിശോധിച്ചോ, ഏത് വേദപുസ്തകങ്ങളും എടുത്തോ, നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കല്യാണമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം അത് അള്ളാഹുവിന്റെ ഖുർആൻ മാത്ര. അള്ളാഹിന്റെ ഖുർആൻ മാത്രം, വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. പരിശോധിച്ചോളൂ, അന്വേഷിച്ചോളൂ. ഇവിടെ പറഞ്ഞു, നിങ്ങൾ യതീമായ, ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയെ കെട്ടിയിട്ട് നീതി പാലിക്കാൻ കഴിയില്ല എന്നൊരു പേടിയുണ്ടെങ്കിൽ ആ റൂട്ടിൽ നിങ്ങൾ പോവരുത്. സാധാരണ കുടുംബത്തിൽ നിങ്ങൾക്ക് 2, 3, 4 പെൺകുട്ടികളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. എന്നിട്ട് അവിടെ വെച്ച് നിർത്തിയോ? ഇല്ല. ഭയമുണ്ടോ? നീതി പാലിക്കാൻ കഴിയില്ല എന്ന പേടിയുണ്ടോ? ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, ഒരൊറ്റ കല്യാണമേ കഴിക്കാൻ പാടുള്ളൂ. ഇത് പറഞ്ഞ ഒരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഖുർആൻ മാത്രമാണെന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം ഉണർത്തിയത്. അള്ളാഹിന്റെ ഗ്രന്ഥം മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ലോകത്ത് വേറെ ഗ്രന്ഥം ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇത് പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 3-ാമത്തെ ആയത്താണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന മതം സ്ത്രീകളെ പരിഗണിക്കുക ചെയ്തത്, അവരെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അവർ നിങ്ങളുടെ ഒരു ഭാഗമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. നിക്കാഹിന്റെ ഖുതുബയിലൊക്കെ കേൾക്കുന്നുണ്ടാവും, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങളാകുന്ന വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ഇണയെ. എന്താ അങ്ങനെ പറഞ്ഞ ഖുർആൻ? 4-ാം നൂറ്റാണ്ടിൽ, 5-ാം നൂറ്റാണ്ടിൽ, 6-ാം നൂറ്റാണ്ടിലൊക്കെ സ്ത്രീക്ക് ആത്മാവുണ്ടോ, സ്ത്രീ ഒരു മനുഷ്യനാണോ എന്ന ചർച്ച വരെ ലോകത്ത് നടന്നിട്ടുണ്ട്. സ്ത്രീ തന്റെ ലൈംഗിക ആവശ്യങ്ങൾക്കുള്ള ഒരു ഉപകരണം മാത്രമായി കാണുന്ന ലോകത്തോട്, മനുഷ്യരെ, നിങ്ങളാകുന്ന വർഗത്തിൽപ്പെട്ടവരാണ് പുരുഷനും സ്ത്രീയും, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇണയെ സംവിധാനിച്ചു തന്നു എന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവ് കൊണ്ട് ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിക്കുകയാണ്.